അപ്പൊ നമ്മൾ ഇന്നിപ്പം തിയറി പാർട്ട് പറയാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ +1 പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ. അതെന്താ സത്യത്തില് ആക്ച്വലി അതൊരു നമ്പർ സിസ്റ്റം ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നമ്പർ സിസ്റ്റം നാച്ചുറൽ നമ്പർ ആണ് അല്ലെ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു 1 2 3 4 എക്സെട്ര. അപ്പൊ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? അതായത് നമുക്ക് നാച്ചുറൽ നമ്പറിൽ ഇപ്പം രണ്ട് നമ്പർ എടുക്കണം, 3 എടുത്തോ 3 മൈനസ് 3 എത്ര 0. അത് ഈ നാച്ചുറൽ നമ്പറിൽ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് നാച്ചുറൽ നമ്പറിന്റെ കൂടെ ഒരു സീറോയും കൂടി ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിൽ 0 1 2 3 എന്ന് പറയുന്നത്, അപ്പൊ ആദ്യം നാച്ചുറൽ നമ്പർ 1 2 3 എന്ന് പറഞ്ഞ സാധനത്തിന്റെ കൂടെ സീറോയും കൂടി ആഡ് ചെയ്ത് 0 1 2 3 എക്സെട്ര ആണ്. ആ നമ്പറിന്റെ പേരാണ് വോൾ നമ്പേഴ്സ്. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്, ഇത് സെയിം സാധനം 3 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഉണ്ട് അല്ലെ 1. 3 മൈനസ് 2 1 ഉണ്ട് അല്ലെ. പക്ഷെ നേരെ തിരിച്ച് 2 മൈനസ് 3 ചെയ്താൽ എന്താ ഉത്തരം ഇല്ലല്ലോ, വോൾ നമ്പറിൽ നെഗറ്റീവ് ഭാഗമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് അടുത്ത നമ്പർ സിസ്റ്റം ഇറക്കി, ദാറ്റ് ഈസ് ഇന്റീജേഴ്സ്. ഇന്റീജേഴ്സിന് നമ്മൾ സെഡ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ആരൊക്കെയുണ്ട്? എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും അതേപോലെ തന്നെ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ഇന്റീജേഴ്സ്. ഇനി അപ്പൊ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നമുക്ക് നോക്കാം. അതായത് 10 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്കറിയാലോ അത് 5 ആണ്. തിരിച്ച് ചെയ്താലോ 2 ഡിവൈഡ് ബൈ 10 ചെയ്താലോ 1/5 ആണല്ലേ. അതിവിടെ ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല. സോ നമ്മൾ അടുത്ത സ്റ്റേജ് നമ്പർ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് റാഷണൽ നമ്പർ സിസ്റ്റം. അപ്പൊ റാഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോമിലുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ P/Q വേർ Q നോട്ട് ഈക്വൽ ടു 0, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അങ്ങനെയുള്ളവരാണ് നമ്മുടെ റാഷണൽ നമ്പേഴ്സ് വരുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഫ്രാക്ഷൻസ് അത്രേ ഉള്ളൂ കേട്ടാ. ഇനി അടുത്തത്, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോണേ അല്ലെ. അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു 9th സ്റ്റാൻഡേർഡിലാന്ന് തോന്നുന്നു ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അല്ലെങ്കിൽ ന്യൂ നമ്പേഴ്സിനോ റിയൽ നമ്പറിനോ അങ്ങനെ എന്തെങ്കിലും, അവിടെയാണ് നമ്മൾ അടുത്ത നമ്പർ സിസ്റ്റം പഠിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഫ്രാക്ഷൻസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ചില നമ്പേഴ്സ്, അതായത് പൈ, പിന്നെ അതേപോലെ തന്നെ √2, പിന്നെ √3, √4 ഒന്നും എടുക്കരുത്, അതിന് കറക്റ്റ് ആൻസർ 2 ഉണ്ട്. പക്ഷെ √3, √2, അതേപോലെ √5 ഇവർക്കൊന്നും എന്തില്ല, ഇവരൊന്നും നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇറാഷണൽസ് എന്ന് വിളിച്ചു. ഓക്കെ. അങ്ങനെ ഈ റാഷണൽസും ഇറേഷൻസും കൂടി ജോയിൻ ചെയ്ത് നമ്മള് നമ്പർ സിസ്റ്റം ഇറക്കി. ദാറ്റ് ഈസ് റിയൽ നമ്പർ സിസ്റ്റം. ഓക്കെ അല്ലെ. അപ്പൊ ഇനി അടുത്ത എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇത് നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെ ഇങ്ങനെ പഠിച്ചേ. ആ സമയത്ത് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതായത് രണ്ടാം കൃതി സമവാക്യം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അല്ലെ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനില് x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ബൈ 2a എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ലേ. അതില് b² മൈനസ് 4ac ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? ചിലവർ ചിലപ്പോ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും നോ സൊല്യൂഷൻ. ആക്ച്വലി നോ സൊല്യൂഷൻ അല്ല, അത് നോ റിയൽ സൊല്യൂഷൻ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ റിയൽ നമ്പർ സൊല്യൂഷൻ ആയിട്ട് ഇല്ല എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നത്. അതെന്തുകൊണ്ടാ? നമ്മുടെ കയ്യിൽ റിയൽ നമ്പർ സിസ്റ്റം വരേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോ റിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ +1 എത്തിയപ്പോ എന്തുണ്ടായി? നമ്മള് ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. അതായത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെ, ആ നമ്പർ സിസ്റ്റത്തിനെ നമ്മള് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എന്ന് വിളിച്ചു. ശരിയല്ലേ? കാരണം റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് 1 വന്നു കഴിഞ്ഞാൽ അതെന്താ? I അല്ലേ. ഓക്കെ. അപ്പൊ അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ടിന്റെ ഉള്ളില് എന്തെന്നാ -16 വന്നു എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? 16ന്റെ √4 എഴുതാ, നെഗറ്റീവിന്റെ I ആക്കാം. അത് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇതെന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു 16 അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √-1 ഇൻറ്റു √16 അല്ലേ. അതില് √-1 എന്ന് പറയുന്നത് I അല്ലേ. √16 എന്ന് പറയുന്നത് 4. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഓക്കെ. നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെ. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താന്ന് മനസ്സിലായി? ഒരു നമ്പർ സിസ്റ്റം ആണെന്ന് മനസ്സിലായി. അതിന്റെ ഫോം എന്ന് പറയുന്നത് a+ib ഫോമിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അതിനകത്ത് a എന്ന് പറയുന്നത് റിയൽ പാർട്ടും അതേപോലെ തന്നെ b എന്ന് പറയുന്നത്, അതായത് iന്റെ കൂടെ ഉള്ള ആള്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇമാജിനറി പാർട്ട് എന്നും വിളിക്കുന്നു. ഓക്കെ.
ഇനി ഇത് നമുക്ക് ഇതിന്റെ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ ഒന്ന് വരയ്ക്കാനൊക്കെ പറ്റൂലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിനെ നമ്മൾ റിയൽ പാർട്ടായിട്ടും വൈ ആക്സിസിനെ ഇമാജിനറി പാർട്ടായിട്ടും വിചാരിക്കും. എങ്കിൽ എ എന്ന് പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ബി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് അതിനെ എ കോമ ബി എന്ന് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അതിപ്പം ഇപ്പൊ 3,4 ആണെന്നിരിക്കാം, എങ്കിൽ എക്സ് ആക്സിസിൽ 3 എടുക്കാം, അല്ലെങ്കിൽ 3+4i ആണെങ്കിൽ എക്സ് ആക്സിസിൽ 3 മാർക്ക് ചെയ്യുക, വൈ ആക്സിസിൽ 4 മാർക്ക് ചെയ്ത് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നോക്കിയേ, നമ്മള് വെക്ടറിന്റെ ഒക്കെ പാഠത്തിൽ പൊസിഷൻ വെക്ടർ വരച്ച പോലെ നോക്കിയേ, ഇത് ഒറിജിൻ അല്ലേ? ഒറിജിനും അതേപോലെ തന്നെ ഒരു പോയിന്റ് തന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിയാലോ. എന്തായിരുന്നു? y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 - x1 ഹോൾ സ്ക്വയർ, പിന്നെ അതിന്റെ റൂട്ട് അല്ലെ. അപ്പൊ അത് ഇവിടെ എടുത്തൂടെ? ഇവിടെ 0 അല്ലേ, എന്നാണ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ അല്ലേ. അപ്പൊ അതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(a²+b²) നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മോഡുലസ് ഓഫ് സെഡ് എന്ന് വിളിക്കുന്നു. സോ മോഡുലസ് ഓഫ് സെഡ് ഈക്വൽ ടു √(a²+b²). അതേപോലെ തന്നെ സെഡ് ബാർ ഉണ്ട്. സെഡ് ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് നമ്പർ a+ib ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് a - ib. ഒന്നുമില്ല, നമ്മുടെ ഇമാജിനറി പാർട്ടിന്റെ അവിടെ ചിഹ്നം മാറ്റാം. ഒരിക്കലും റിയൽ പാർട്ടിന്റെ ചിഹ്നം മാറ്റരുതേ, ഇമാജിനറി പാർട്ടിന്റെ മാത്രം ചിഹ്നം മാറ്റാനായിട്ട് പാടുള്ളൂ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ സെഡ് ഇൻറ്റു സെഡ് ബാർ ഒന്ന് കണക്ട് ചെയ്തോ നോക്കാം നമുക്ക്. എന്താ വരിക? അത് a+ib ഇൻറ്റു a-ib. ഇതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ a+b ഇൻറ്റു a-b, ബിക്ക് പകരം ib ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ. എന്താ വരാ? a ഇൻറ്റു a സ്ക്വയർ മൈനസ് a ഇൻറ്റു ib പ്ലസ് i ഇൻറ്റു ba മൈനസ് i സ്ക്വയർ ഇൻറ്റു b സ്ക്വയർ. ഇതിൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് iന്റെ സ്ക്വയർ -1 അല്ലേ. അപ്പൊ അതുകൊണ്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ മോഡുലസുമായിട്ട് സാമ്യമില്ല നോക്കിയാൽ. ദിസ് ഈസ് മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ. അപ്പൊ സെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഐന്റെ കേസ് പറഞ്ഞല്ലോ. ഐന്റെ കുറച്ച് പവറുകൾ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √-1 ആണ്. എങ്കിൽ ഐന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് -1 ആണ്. i⁻³ എന്തെന്നാണ്? -i ആണ്. i⁻4 എന്തെന്നാ? =1 ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പവറില് 4ന്റെ മൾട്ടിപ്പിൾസ് എന്ത് വന്നാലും അതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ അത് വിചാരിച്ച് നമുക്ക് ചെയ്യാട്ടാ. അതായത് ഇപ്പൊ i⁻9 ആണെന്നിരിക്കും. ഇതില് 4ന്റെ മൾട്ടിപ്പിൾസ് എത്ര വരെ വരണേ? 8 വരെ അല്ലേ വരണേ. 8 വരെ ഉള്ളത് 1 ആയി പോയി. അപ്പൊ ഒറ്റയടിക്ക് i എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ i⁻9നെ എങ്ങനെയാണ്? i⁻8 ഇൻറ്റു i എന്ന് എഴുതി. അതിൽ i⁻8 1 ആയി പോയി. അങ്ങനെ എഴുതാട്ടാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഐന്റെ പവറുകൾ ആഡ് ചെയ്താൽ 0 കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാണ് ഞാനിപ്പോ. i⁻56 പ്ലസ് i⁻57 പ്ലസ് i⁻58 പ്ലസ് i⁻59 ഈക്വൽ ടു 0 എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിപ്പോ എവിടെ നിന്ന് തുടങ്ങിക്കോട്ടെ, കോൺസിക്യൂട്ടീവ് ആയാൽ മതി. അതായത് 100ൽ നിന്നാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ 100, 101, 102, 103. കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നമുക്ക് അതിന്റെ കുഞ്ഞൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി നിങ്ങൾ i+i² പ്ലസ് i³ പ്ലസ് i⁻4 നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ന്റെ വാല്യൂ i എന്ന് ഞാൻ എഴുതി. i² എന്താ? -1 അല്ലെ. അപ്പം i² പകരം ഞാൻ -1 എഴുതി. പിന്നെ i³ എന്താ? -i അല്ലെ. അപ്പൊ അതിന് പകരം -i എഴുതി. ഇനി i⁻4 എത്ര? 1. ഇവിടെ നോക്കിയേ, ഇതും ക്യാൻസൽ ആയി പോയി, ഇതും ക്യാൻസൽ ആയി 0 ആയതുകൊണ്ടാ. ഇത് തന്നെയാണ് എല്ലാ 4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 എണ്ണത്തിന്റെ എല്ലാവരുടെ കേസും ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ സെഡും സെഡ് ബാർ ഒക്കെ കണ്ട സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് സെഡ് പ്ലസ് സെഡ് ബാർ ഡിവൈഡഡ് ബൈ 2 എന്താന്ന് നമുക്ക് നോക്കാം. സെഡ് എന്തെന്നാണ്? a+ib. സെഡ് ബാറോ a-ib ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഈ ib ക്യാൻസൽ ആയി പോയില്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 2a/2. ദിസ് ഇസ് ഈക്വൽ ടു a അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെന്നാണത്? റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ്. സിമിലർലി നമുക്ക് ഇങ്ങനെയും കൂടി പറയാൻ പറ്റും. സെഡ് മൈനസ് സെഡ് ബാർ ഡിവൈഡഡ് ബൈ 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ പാർട്ട് ഓഫ് റിയൽ പാർട്ട് അല്ല, ഇമാജിനറി പാർട്ട് കേട്ടാ. അതായത് ഇമാജിനറി
പാർട്ട് ഓഫ് സെഡ് ആയിരിക്കും എന്നാണ് നമുക്ക് ബി ആണ് ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സെഡ് പ്ലസ് സെഡ് ബാർ ഡിവൈഡ് ബൈ 2 എന്താണ്? റിയൽ പാർട്ട് ഓഫ് സെഡ്. സെഡ് മൈനസ് സെഡ് ബാർ ഡിവൈഡ് ബൈ 2i എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പം ഒരുവിധം എല്ലാതും, അതായത് നിങ്ങൾ +1 പഠിച്ച അതേ സെയിം ടോപ്പിക്കിന്റെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു തുറക്കുന്നിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നേക്കാണ്. ഇനിയാണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു, അതായത് പോളാർ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ കേട്ടോ. പോളാർ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ഒരു ലെങ്ത് അളക്കാണ്, നമുക്ക് അതിനെ സെന്റിമീറ്ററിലും മീറ്ററിലും പറയാൻ പറ്റും അല്ലെ? അതേപോലെ തന്നെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ വേറൊരു റെപ്രസെന്റേഷൻ മാത്രമാണ് ഈ പോളാർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ ആദ്യം ഡെഫിനേഷൻ എഴുതി കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ z ഈക്വൽ ടു x പ്ലസ് iy ആണെന്ന് വിചാരിക്കാം. എങ്കിൽ പോളാർ ഫോം എന്ന് പറയുന്നത് അതേ z തന്നെയാണ്. അതെന്ന് പറയുന്നത് r cos തീറ്റ പ്ലസ് i r sin തീറ്റ എന്ന് പറയുന്നതാണ്. അതിൽ r ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? cos തീറ്റ പ്ലസ് i sin തീറ്റ എന്ന് കിട്ടിയില്ലേ? അതില് ആ cos തീറ്റ പ്ലസ് i sin തീറ്റയ്ക്ക് പകരം e റൈസ് ടു i തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. ഇതിന് ഇനി r വേണ്ടേ? r എന്ന് പറയുന്നത് മോഡുലസ് ആണ് കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആൻഡ് തീറ്റ ഈസ് ഗിവൺ ബൈ ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ്. അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ആക്ച്വലി അത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നെഗറ്റീവിനും പോസിറ്റീവിനും അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. അതിപ്പം നമുക്കത് തന്നെത്താൻ അറിയുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ മെത്തേഡ് പറഞ്ഞുതരാം ജസ്റ്റ്. അതായത് ഇപ്പം ഞാൻ ഒരു 2-3 പറയാം. അതായത് 3 പ്ലസ് 3i ആണ് കേട്ടോ. 3 പ്ലസ് 3i എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രന്റ് വരാം? എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് 3 പ്ലസ് 3i. ഇനി 3 മൈനസ് 3i എന്ന് പറഞ്ഞാലോ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും. അപ്പൊ 3 മൈനസ് 3i. അടുത്തത് മൈനസ് 3 മൈനസ് 3i. ദാറ്റ് മീൻസ് എക്സ് പോസിറ്റീവ് ആണ്, എക്സ് നെഗറ്റീവ് ആണ്, വൈയും നെഗറ്റീവ് ആണ്. അതേപോലെ മൈനസ് 3 പ്ലസ് 3i. അപ്പൊ ഇത് നമ്മൾ 4, ഇതാണല്ലോ നമുക്ക് വരാവുന്ന കോംപ്ലക്സ് നമ്പറിന്റെ 4 ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ കോംപ്ലക്സിന്റെ പോളാർ ഫോം ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ആദ്യത്തെ കേസ് നോക്കാം. ആദ്യത്തെ കേസിൽ നമുക്ക് എന്തുണ്ട്? 3 പ്ലസ് 3i ആണ്. എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ദാറ്റ് മീൻസ് സൈനിന്റെ ഭാഗം പോസിറ്റീവ് ആണ്, കോസിന്റെ ഭാഗം പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ തീറ്റ എന്ന് പറഞ്ഞത് എനിക്ക് ഡയറക്റ്റ് എന്ത് തന്നെ ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് മാത്രം ചെയ്താൽ മതി. നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്തത് കൊണ്ടാണ് ഡയറക്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ കേസിൽ അപ്പൊ ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/3 വരും. 5/4 കിട്ടി നമുക്ക്. കണ്ടോ ഡയറക്റ്റ് കിട്ടിയത്. പക്ഷേ ബാക്കിയുള്ള കേസിലേക്ക് നമുക്ക് നോക്കാം. -3 പ്ലസ് 3i എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയൽ പാർട്ട് അല്ലേ നെഗറ്റീവ്? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാ? കോസിന്റെ ഭാഗമല്ലേ? കോസിന്റെ ഭാഗം നെഗറ്റീവ് ആണ്. കോസിന്റെ ഭാഗം നെഗറ്റീവ് ആണല്ലേ? നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് എന്നുള്ള ഒരു ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ കോസിന്റെ ഭാഗം നെഗറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യാറ്? ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു പൈ മൈനസ് ചെയ്യൂ അല്ലെ? അതേ ഐഡിയ തന്നെ ഇവിടെ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോ ചെയ്ത അതേ രീതിക്ക് നിങ്ങൾ നെഗറ്റീവ് ഒന്നും ഉപയോഗിക്കാണ്ട് ആൽഫ എന്ന് ഞാൻ വേറെ വെച്ചു എന്നുള്ളൂ കേട്ടോ. ആൽഫ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് 3/3 ചെയ്യാം. ആ നെഗറ്റീവ് ഉപയോഗിക്കരുത്. നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. എന്ത് കിട്ടി നമുക്ക്? 5/4 കിട്ടി അല്ലെ? പക്ഷെ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പൈ മൈനസ് 5/4 ദാറ്റ് ഈസ് എന്താ? 3π/4 ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, മറക്കരുത്. കാരണം എന്താ? നമുക്ക് അവിടെ കോസ് തീറ്റയുടെ ഭാഗം നെഗറ്റീവ് വരണം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് ഇവിടെ -3 പ്ലസ് 3i എന്നല്ലേ? കണ്ട കോസ് തീറ്റയുടെ ഭാഗമല്ല നെഗറ്റീവ്. കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ അല്ല. അങ്ങനെ നെഗറ്റീവ് നമുക്ക് കിട്ടില്ല. ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നെഗറ്റീവ് കൊടുത്താൽ കിട്ടില്ല. സൈനിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ കിട്ടും. കോസിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ കിട്ടില്ല. ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് പൈ മൈനസ് ഇട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കേസ് നമുക്ക് നോക്കാം. തേർഡിന് പകരം ഫോർത്ത് ഒന്ന് ചെയ്യട്ടെ കേട്ടാ. അപ്പോ ഇവിടെ ഏതാ നെഗറ്റീവ് വന്നേക്കണ? സൈനിന്റെ ഭാഗമല്ല നെഗറ്റീവ്. അപ്പോഴും നമ്മുടെ ആംഗിൾ എങ്ങനെ? സാധാ പോലെ നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ടാൻ ഇൻവേഴ്സ് 3/, നെഗറ്റീവ് എടുക്കരുത് കേട്ടാ. അതില്ലാണ്ടുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 5/4 കിട്ടി.
പക്ഷെ നമുക്ക് അല്ല 5/4 കിട്ടി. നമുക്ക് ഇവിടെ ആരാ നെഗറ്റീവ്? സൈൻ അല്ലേ? നെഗറ്റീവ് സൈൻ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ച ആംഗിളിന് ജസ്റ്റ് ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് സൈനും കോസും നെഗറ്റീവ് ആയുള്ള വ്യത്യാസം. സൈനിന്റെ ഭാഗമാണ് നെഗറ്റീവ് എന്നുണ്ടെങ്കിൽ, അതായത് ഇമാജിനറി പാർട്ട് ആണ് നെഗറ്റീവ് എന്നുണ്ടെങ്കിൽ സുഖമാണ്, ആംഗിൾ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ആ 3/3 ചെയ്തപ്പോൾ ഞാൻ നെഗറ്റീവ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ശ്രദ്ധിക്കണം. ഇനി പക്ഷെ കോസ് ആണ് നെഗറ്റീവ് എന്നുണ്ടെങ്കിൽ എന്താ? ആംഗിൾ കണ്ടുപിടിച്ചിട്ട് പൈ മൈനസ് ചെയ്യണം. സൈനും കോസും നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആംഗിൾ സെയിം ആസ് യൂഷ്വൽ, നമുക്ക് ആൽഫ എന്ന് പറയുന്നത് 5/4 കിട്ടി. ഇത്രയും നേരം ചെയ്ത അതായിരിക്കും തന്നെ. പക്ഷെ നമുക്ക് കോസ് നെഗറ്റീവ് അല്ലേ? കാരണം കോസ് മീൻസ് റിയൽ പാർട്ട് നെഗറ്റീവ് അല്ലേ? എന്ന് പറഞ്ഞാൽ അതെന്താ? പൈ മൈനസ് 5/4 ചെയ്യണം അല്ലേ? പിന്നെ സൈനും നെഗറ്റീവ് അല്ലേ? കണ്ടുപിടിച്ച ആംഗിളിന് എന്ത് ഇട്ട് കൊടുക്കുക? നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഈ രണ്ട് സ്റ്റെപ്പും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം തേർഡ് ക്വാഡ്രന്റ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മളുടെ പോളാർ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? ക്യൂബിക് റൂട്ട് അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ x³ - 1 = 0 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സൊല്യൂഷനെയാണ് നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ജനറൽ കേസ് നമുക്ക് nth റൂട്ട് ഓഫ് യൂണിറ്റി ഉണ്ട്, 3ക്ക് പകരം n യൂസ് ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ, കറക്റ്റ് അല്ലേന്ന്? x³ = 1 ആണെന്നും x = ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി അല്ലെ? യൂണിറ്റി എന്ന് പറയുന്നത് 1. ക്ലിയർ ആയില്ലേ? അതാണ് x³ - 1 = 0 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ റൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. അപ്പൊ ഒരാളെ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലെ? എക്സിന് എന്ത് ഇട്ട് കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 1 ഇട്ട് കൊടുത്താലല്ലേ? അപ്പൊ ഇതിന്റെ നമുക്ക് അതിനെ സോൾവ് ചെയ്തെടുക്കാം. അതിന് മുന്നേ a³ - b³ എന്ന് പറയുന്നത് എന്തെന്നാ? a - b × a² + ab + b². അത് വെച്ച് നമുക്കൊന്ന് എക്സ്പാൻഷൻ നടത്താം ഇതിനെ. അപ്പൊ x³ - 1³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് x - 1 × x² + x + 1 = 0. കിട്ടിയില്ലേ? അതിൽ ഇയാളുടെ റൂട്ട് ആരാ? 1 ആണ്. മറ്റേതൊരു സെക്കൻഡ് ഡിഗ്രി അല്ലേ? എന്ന് പറഞ്ഞാൽ x = -1 ± √ b² - 4ac അല്ലേ? 1 - 4 -3/2. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? അതിനെ i ആക്കാം. എന്ന് പറഞ്ഞാൽ -1 ± √3i / 2. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ അത് എന്തായി മാറി? രണ്ടാൾക്കാരായിട്ട് ഞാൻ എഴുതാണേ. -1 + √3i/2 എന്നും അതേപോലെ -1 - √3i/2 എന്നും രണ്ടിനും സെപ്പറേറ്റ് ആക്കി. ഇയാളെ നമ്മൾ ഒമേഗ എന്നും ഇയാളെ നമ്മൾ ഒമേഗ² എന്നും വിളിച്ചു. ഈ പേരിടുന്നതിനും ബന്ധമുണ്ട്. ഒമേഗ ഒന്ന് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒമേഗ, അതായത് ഇതാണ് കിട്ടാൻ പോണേ കേട്ടോ. അതായത് ഈ ഒമേഗനെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അടുത്ത നമ്പറിനെ കിട്ടാൻ പോണേ. അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടിയില്ലേ? അപ്പം ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? x³ - 1 = 0 എന്ന് പറഞ്ഞ പോളിനോമിയലിന്റെ റൂട്ടുകൾ അതാരൊക്കെയാ? 1, ഒമേഗ ആൻഡ് ഒമേഗ². അപ്പൊ അങ്ങനെയാണെങ്കിലേ ഒരു പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂട്ടുകൾ കണ്ടെത്തി കഴിഞ്ഞാല് നമുക്ക് ഒരു ഗുണമുണ്ട്. ആ റൂട്ട് അത് ഇപ്പൊ നമ്മളൊരു പോളിനോമിയൽ തരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ x² - 5x + 6 = 0 ഞാൻ പറയാണേ, ഈ പോളിനോമിയലിന്റെ ഒരു റൂട്ടാണ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കുക? x ന് പകരം 2 ഇട്ട് കൊടുക്കും അല്ലെ? അപ്പൊ 4 - 10 + 6 എന്ത് ഉത്തരം കിട്ടി? 0 കിട്ടി. അതാണ് അതിന്റെ കാര്യം. ഓക്കെ, അപ്പൊ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? x ന് പകരം ആ വാല്യൂ ഇട്ട് കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് x³ - 1 = 0 ന്റെ റൂട്ട് അല്ലേ? എങ്കിൽ ഒമേഗ³ - 1 = 0 അല്ലേ? സോ ഒമേഗ³ = 1 അല്ലേ? അപ്പൊ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ്? ഒമേഗ³ = 1. അപ്പൊ 3ന്റെ എന്ത് മൾട്ടിപ്പിൾ വന്നാലും നീ മനസ്സിലാക്കണം, അതിന്റെ പവർ എടുത്തു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ω⁴ എടുക്കുക. 24 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? കാരണം 8 × 3 24 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആണ്. അത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, ഈ x² + x + 1ന്റെ റൂട്ടുകളല്ലേ നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ω² + ω + 1 = 0 എന്ന് കിട്ടിയില്ലേ? സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട്. ഇതാണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ω³ 1 അല്ലേ എന്ന് പറഞ്ഞാൽ ഒമേഗ × ω² എന്നാക്കിക്കൂടെ? എനിക്ക് ω³ നെ =1 അല്ലേ? അവിടെ നിന്ന് ω² എന്ന് പറയുന്നത് 1/ω എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 1/ω² എന്ന് എഴുതാം. ഓക്കെ അല്ലേ?
അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. ഇത്രയും നമ്മളുടെ ടോപ്പിക്. അപ്പൊ എല്ലാവരും നമ്മളുടെ +1 പഠിച്ച ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. എന്നിട്ട് വേണം ഈ ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു കേൾക്കാനായിട്ട്, വീഡിയോ കേൾക്കാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.